പ്രേമലൂർ എന്നെ ഓഡീഷൻ വേണ്ടി വിളിച്ച സമയം തൊട്ട് എൻ്റെ ആഗ്രഹം ഫഹദിക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു. അത് ഇന്നാണ് സഫലമായത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഫാൻസ്. ഫഹദിക്ക് ബിഗ് ഫാൻ ഓഫ് യു. എൻ്റെ വൈഫാണ് പുറകെ ഇരിക്കുന്നത്, പുള്ളിക്കാരി നമ്മൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയാണ്, എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഫോർമാലിറ്റിയുടെ കാര്യമില്ല. നസ്ലിൻ, മാത്യു, ആര എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു 9 years ആയിട്ട് കൊച്ചിയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പല വീഡിയോസും കണ്ടിട്ടൊക്കെ ചെയ്ത് ഫിലിംസും കുറച്ച് ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഇപ്പോൾ ഗിരീഷുമാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കാണിച്ചത്. ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യിച്ച് നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ്. അത് ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ ഭാവന സ്റ്റുഡിയോസിനും ഓഫ് കോഴ്സ് നിങ്ങളും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു, നടക്കില്ലായിരുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോ പ്രസ് മീറ്റിൽ ഇരുന്നതിനെക്കാട്ടി ടെൻഷൻ എനിക്ക് ഇപ്പോൾ ഉണ്ട്. അന്ന് എനിക്കറിയില്ല. പ്രസ് മീറ്റിൽ അന്ന് വന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ദിലീഷ് ഏട്ടൻ്റെ കൂടെ ഞാൻ പോയി ഇരുന്നിട്ട് എന്ത് സംസാരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂളായിട്ട് പോയി. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താണെന്ന് അറിയില്ല, എല്ലാവരും ഇരിക്കുന്നുണ്ടാകും മേബി. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി. എനിക്ക് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് സാർ, Karthikeya sir. I'm getting a lot of messages from Telugu people as well. My Instagram is filled with Telugu messages actually. I'm not understanding most of them, but I'm happy with that. എന്തായാലും വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഇവന്റ് കാണാൻ പറ്റിയാലും എൻ്റെ ആദ്യത്തെ ഒരു ഇവന്റ് ആണ്. ഇങ്ങനെ ഒരു ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ പോയി നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. പടം കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും ഇപ്പോൾ OTT-യിലും കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് സന്തോഷം. ശ്യാം എന്തായാലും സ്റ്റേജിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടണം എന്നാണ് പൊതുജന അഭിപ്രായം, അല്ലേ? അത് നോർമലായിട്ട് വേണമെങ്കിൽ ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ താങ്കൾ സാധാരണ ചെയ്ത പോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് പാട്ട് പാടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ സർപ്രൈസ് അഭിനയിക്കാമായിരുന്നു. പാട്ട് ഞാൻ പാടണോ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഓൾറെഡി എന്നോട് അവിടെ വെച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലിറിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ബ്രോ ഈ പറഞ്ഞ പോലെ ഞാൻ കാണുമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. ഞാനൊരു 2007-2008 സമയത്തൊരു സുന്ദരിയവ എന്നുള്ള മ്യൂസിക് വീഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് അന്ന് ഫ്ലോട്ട് അയച്ചത് വിഷ്ണു ബ്രോ ആയിരുന്നു. ഇപ്പോ നമ്മുടെ ഫിലിമിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന വിഷ്ണു ബ്രോ ആണ്. വിഷ്ണു ബ്രോ, വിത്ത് യുവർ പെർമിഷൻ നമ്മുടെ പടത്തിലൊരു പാട്ട് തന്നെ ഞാൻ പാടാം. കണ്ടൊരിക്കേ സുന്ദരിയെ പുഞ്ചിരിയെ കാശ് പത്തെടുക്കാൻ ATM നിന്നളിയേ അങ്ങ് പൊത്തി വച്ചേ പിന്നവള് മൊഞ്ചവള് കുഞ്ഞു പൊട്ടുകുത്താൻ ഫോണെടുത്തേ പിന്നവള് സ്റ്റോപ്പ് ലൈറ്റ് നോക്കാതെ റോഡിലെ തിരക്കതേൽക്കാതെ വടക്കുന്ന് കിഴക്ക് മുതൽ നെരുക്കുന്നിതകത്ത് ചിലത് വലിച്ചങ്ങ് പുകച്ച് പലത് പച്ചപ്പൂമണമുള്ള ബൊമ്മലുവേ നാദി ബൊമ്മലു നീവു നാദി ബൊമ്മലുവേ എടിച്ചായ പാനി തപ്പിലെ റോഡരികെ ആ തുളി പഞ്ചാരി കൊട്ടിലെ കാതരികെ എൻ പ്രേമിക്കുടൂ നീ സുമ്മഹായ് തരിങ്കേ. താങ്ക് യു സോ മച്ച് ശ്യാം. കഴിഞ്ഞു. കഴിയുണ്ടായിരുന്നോ? ഭയങ്കര ടെൻഷനാണെന്നല്ലോ വന്നപ്പോ.